എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് റിയാക്ഷനാണ് ദളപതി വിജയ്. കരിയർ അവസാനിപ്പിക്കാൻ പോകുന്നു. അതെ, 2 വർഷത്തിനുള്ളിൽ. അതായത് ആളുടെ 2 സിനിമകളുണ്ട്. ഇനി ഒന്ന് ദളപതി 69, പിന്നെ ആൾറെഡി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 68 ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. ഈ 2 സിനിമകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് ആൾ സിനിമാ കരിയർ അവസാനിപ്പിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ആൾ പുതിയൊരു പാർട്ടി രൂപീകരിച്ചിട്ടുണ്ട്, ഉള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടത്തുന്നു എന്നുള്ളതാണ് കേട്ടത്. പാർട്ടി ഇന്നലെ രജിസ്റ്റർ ചെയ്തു കേട്ടോ. അതെ, ഇന്നലെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പേരൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. തമിഴക വെട്രി കഴകം എന്താണോ എന്നാലും ഭയങ്കര ഒരു ഇങ്ങനെ ഇത്ര ഇതിൽ നിൽക്കുന്ന ഒരു നടൻ പെട്ടെന്ന് കരിയർ നിർത്താൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര നമ്മള് വിജയിനെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആള് ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണല്ലോ. അതെ, രാഷ്ട്രീയ നിലപാട് ആൾക്കുണ്ട്, അതെല്ലാവർക്കും അതുപോലെ ഉണ്ട്. എല്ലാ നടന്മാർക്കും ഉള്ള സംഭവം തന്നെ. ആ രീതിയിൽ നമുക്ക് കൂടുതൽ ഇഷ്ടമാണെന്നേ ഉള്ളൂ. പക്ഷേ നടൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് ആളോടുള്ള ഇഷ്ടം. സത്യം കേട്ടോ. ശരിക്കും വിജയ് ഹേറ്റേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് പോലും ഇന്നലെ അതൊരു ഷോക്ക് പോലെ ആയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഒരു വിഷമം പോലെ അയ്യോ എന്നുള്ള ഇത് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ മത്സരിക്കാൻ ഏറ്റവും മുന്നിൽ ഓടുന്ന ഒരാളായിരുന്നു ദളപതി വിജയ്. കാരണം എന്ത് രീതിയിലും ഏതും ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച്, എന്തിന് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് പോലും കിട്ടുന്ന റീച്ച് ഭീകരം. അതുപോലെ ഒരു സിനിമ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ റിലീസിന്റെ ടൈം ആകുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു ഓളം ഉണ്ടല്ലോ, അതേപോലെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരുമ്പോൾ ഇത്രയ്ക്കും ഉള്ളൊരു വേറൊരു നടൻ ഉണ്ടോന്ന് പോലും നമുക്ക്, അതായത് ആൾക്കുള്ള റീച്ച് അത് മറ്റുള്ളവർക്കൊക്കെ സ്വപ്നമാണ്. സത്യമാണ്, അത് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്വപ്നമാണ്. അതും ഇത്രയും കാലം എന്താ പറയാ ഇങ്ങനെ മത്സരിച്ച് ഓടിയിട്ട് അത് എത്തിപ്പിടിച്ചിട്ട് അപ്പം ആ ഒരു എത്തിപ്പിടിച്ച ഈ ഒരു ലെവലിൽ എത്തുമ്പോൾ നിർത്തുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഫീലിംഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് ആരാധകർ എന്നുള്ള രീതിയിൽ നഷ്ടം തന്നെ. പക്ഷേ ജനങ്ങളുടെ ആവശ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മേ ബി ഇത് നല്ലൊരു തീരുമാനമാവാം. അതെ, അതുമായിരിക്കാം. ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ജനങ്ങളുടെ വേദനയും അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു നല്ല ഒരു ലീഡറായിട്ട് ആൾ വളർന്നു കഴിഞ്ഞാൽ മേ ബി ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനമായിരിക്കും അത്. അതെ, എന്താകും എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. സംഭവം എന്തായാലും ആള് ഇനി അങ്ങോട്ട് നേരിടാൻ പോകുന്നത് വലിയ 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 അതായത് ഇപ്പോൾ നേരിട്ടതിനേക്കാളൊക്കെ അപ്പുറമുള്ള ചലഞ്ചിങ് ആണ്. വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞാൽ ഇനിയാണ്. അതെ, അത് സിനിമ പോലെ അല്ല രാഷ്ട്രീയം എന്ന് പറയുന്ന സംഭവം. അതിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. സംഗതി മാറും. അതെ, കളി മാറും. അതെ, കളി ചെറിയ കളിയല്ല, ഇത് സിനിമയാണ്. അത് എന്റർടൈൻമെന്റ് ഫാക്ടർ ആയിട്ടുള്ള രീതിയാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പവർ അത് വേറൊരു സാധനമാണ്. മുകളിലുള്ള സാധനം അധികാരം, അതാണ് അതിലെ ഏറ്റവും വലുത് പവറാണ്. വിജയ്ക്ക് പിന്നെ പണത്തിനൊന്നും ആവശ്യമില്ലല്ലോ. പണമാണെങ്കിൽ ആള് സിനിമയിൽ തന്നെ തുടരുമായിരുന്നു. പിന്നെന്താ, അതല്ല അതിൽ ഉദ്ദേശം എന്നുള്ളത് വ്യക്തമാണ്. ഒരു സിനിമ ചെയ്താൽ കിട്ടുന്നത് 100 കോടി അല്ലെങ്കിൽ 80 കോടിയൊക്കെ കിട്ടുന്നിടത്ത് എന്തിന് രാഷ്ട്രീയത്തില് അതിന്റെ ആവശ്യമൊന്നുമില്ല. പൈസക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന പല ആൾക്കാരും ഉണ്ട്, പക്ഷെ അത് ആണെന്ന് തോന്നുന്നില്ല കേട്ടോ. എന്തായാലും ചിലരൊക്കെ പറയുന്നുണ്ട് അതായത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയി കൂടെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതായത് വിജയുടെ രാഷ്ട്രീയ നിലപാട് വെച്ചിട്ട് അത് ശരിയായ കാര്യമല്ല. കാരണം ആൾറെഡി ഇതിനു വേണ്ടി തന്നെയാണ് ആളുടെ ഉദ്ദേശമെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മറ്റൊരു രാഷ്ട്രീയപരമായിട്ട് അതൊരു തെറ്റായ കാര്യമാണ്. അതെ, അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്ന അത്ര ഒരു സുഖം ഉണ്ടല്ലോ. അത് വിജയിന്റെ കാര്യത്തിൽ കേട്ടോ. അതെ, വിജയുടെ കാര്യത്തിൽ വിജയിനെ പോലെ ഒരു നടൻ ഇതിലും കൂടി രാഷ്ട്രീയവും സിനിമയും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. അതായത് ആള് തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള രീതിയിൽ പല സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതൊരു പ്രശ്നമാകുന്നത്. അപ്പൊ അത് തന്നെ ആള് പറഞ്ഞത് അതുപോലെ തന്നെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. പിന്നെന്തായാലും നല്ല ജനപിന്തുണ കിട്ടുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് തന്നെ വളരുമെന്ന് തോന്നുന്നു. അത് പക്ഷേ ജനപിന്തുണയുണ്ട്, പക്ഷെ അത് ഇപ്പം ഉള്ള അതായത് സിനിമയിലൂടെ വിജയിനെ ഇഷ്ടപ്പെടുന്ന പോലെ ആയിരിക്കില്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങും. അപ്പം ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം വരും. അതായത് പൂവെറിഞ്ഞവർ മേ ബി കല്ലെറിഞ്ഞ. അതെ അതെ, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ സംഭവം. സിനിമയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. സിനിമ വിജയിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും, പക്ഷെ അവരുടെയൊക്കെ രാഷ്ട്രീയം വേറെ ആയിരിക്കും. പിന്നെ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതി വെച്ചിട്ട് നമുക്ക് അവിടെയുള്ള രാഷ്ട്രീയ ചിന്താഗതി അളക്കാൻ പറ്റില്ല. കാരണം അവര് ഒരു കൈ നീട്ടിയ ഒരു ഇത്ര കിലോ അരി കൊടുത്താൽ അവരെ ദൈവമായിട്ട് കാണുന്നവരാണ് ഒരുപാട് പേര്. പക്ഷെ എന്നാൽ എല്ലാവരും അങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷെ എങ്കിലും അത്യാവശ്യം ഈ ഒരു രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒരു മാറ്റം തമിഴ്നാടിൻ്റെ ഇതിൽ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് അങ്ങനെയല്ല.
എനിക്ക് ഈ പൊതുവെ ഈ ആള് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ആ പ്രളയത്തിൽ കുറേ ആൾക്കാർക്കൊക്കെ കുറേ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊന്നും എനിക്ക് വലിയ സംഭവം, അതായത് രാഷ്ട്രീയ നിലപാട് വെച്ച് ഇങ്ങനെ കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ആള് വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. അതെ, അതില് ആ സമയത്ത് രാഷ്ട്രീയം ഇല്ല എങ്കിൽ പോലും, രാഷ്ട്രീയത്തിലേക്ക് വരുന്നേ ഉള്ളൂ എന്നുള്ളതുണ്ടെങ്കിൽ പോലും, പക്ഷെ അതിലേക്ക് വരാനുള്ള ഒരു എന്താ പറയാ, നമ്മൾ പറയില്ലേ ഈ തുറുപ്പ് എറിയാന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കളിയായിരുന്നു അത്. അവസാനം ആ ഒരു ലെവലിലേക്ക് പോകേണ്ട സാഹചര്യം വരും, അതുകൊണ്ട് ചെയ്തതാണത്. തീർച്ചയായിട്ടും. എപ്പോഴെങ്കിലും ഒരു ഇത്ര സംഭവം അങ്ങ് കൈ നീട്ടി കൊടുക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് ആള് നേരിട്ട് വന്ന് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ഫോട്ടോ പതിക്കുന്നത് പോലെ തന്നെ ഒരു പ്രശ്നം തന്നെയാണ്. അതും ചെറിയൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതുപോലെയാണ്. അത് ഭയങ്കരമായിട്ട് വിമർശനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇങ്ങനത്തെ ഒരു സംഭവത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി വിജയ് വന്ന്, അത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള ചെറിയ ചെറിയ കളികൾ ഇപ്പൊ പഠിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതറിഞ്ഞു തന്നെ കളിക്കുന്ന രീതിയിൽ, അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യത്യസ്തനായ ലീഡർ ആവാൻ പോകുന്നില്ല എന്നുള്ളതിന് തെളിവാണ് അതൊക്കെ. കാരണം അടുക്കും തോറും എല്ലാവരുടെയും രീതി എങ്ങനെ അതുപോലെ ചെയ്യേണ്ട സാഹചര്യം വരും. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ എന്താ പറയാ, ഈ രാഷ്ട്രീയത്തിൽ പല രീതിയിൽ പറയുന്നുണ്ടല്ലോ, പണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ പണം ഉണ്ടാക്കാനായിട്ട് തിരിച്ചിട്ടില്ല, ഉറപ്പായിട്ടുള്ള കാര്യം. അത് നമുക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ. ഇനി അത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം വിമർശിക്കും. കാരണം സച്ചിൻ തെണ്ടുൽക്കർ എന്നുള്ള ഒരു പ്ലെയർ, ആള് ദൈവമായിരുന്നു. ദൈവം എന്നല്ല, ഇത്രയ്ക്കും ആരാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. ഇപ്പൊ അതിനുശേഷം ആളുടെ രാഷ്ട്രീയ നിലപാട് കാണുമ്പോൾ പലതവണ വിമർശിക്കാൻ തോന്നിയിട്ടുണ്ട്. പ്രതികരിക്കണം, അല്ല അത് കാണുമ്പോൾ ഒരുപാട് പേര് പ്രതികരിച്ചിട്ടുമുണ്ട്. അത് അങ്ങനെ തന്നെ വേണം. സെലക്റ്റീവ് ക്രിറ്റിസിസം അങ്ങനെയുള്ള പല സംഭവങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നടന്ന വിഷയങ്ങളുണ്ടല്ലോ, ആള് കാണുന്നതും മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ അതൊന്നും കാണുകയല്ല. ഇവിടെ കേരളത്തിൽ നടക്കുന്ന ഒരു കുഞ്ഞു സംഭവമാണെങ്കിൽ പോലും അതൊക്കെ ഭയങ്കരമായിട്ട് പറയുന്നതും, മറ്റുള്ളവർക്ക് നടക്കുന്ന ഭീകര സംഭവങ്ങൾ പോലും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്ന സമയങ്ങളിൽ വിമർശിക്കാറുണ്ട്. അതായത് കട്ട സച്ചിൻ ഫാൻസ് ആട്ടോ ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ ഈ ഒരു രീതിയിൽ ആള് മാറിയത് പിന്നെയാണ്. അപ്പൊ നമുക്ക് ആ സമയങ്ങളിൽ വിമർശിക്കേണ്ട സാഹചര്യം വരുമ്പോൾ ദളപതി വിജയ് ആയാലും നമ്മൾ വിമർശിക്കും തീർച്ചയായിട്ടും. പക്ഷെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കൈ നീട്ടി കൊടുത്ത സംഭവം ഉണ്ടല്ലോ, അതുപോലെ ഞങ്ങൾ വിമർശിക്കുന്നതാണ്. തീർച്ചയായിട്ടും. അത് ചെയ്തത് നമുക്ക് നന്നായിട്ട് അറിയാം. അത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ ഒരു ചെറിയൊരു തുടക്കം, അത്രേ ഉള്ളൂ. അത് നമുക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല. ഇതിനകത്ത് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദളപതി വിജയ് എന്ന് പറയുന്ന ഒരാള് സിനിമയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് തമിഴ് സിനിമയ്ക്ക് ഭയങ്കരമായിട്ട്, കാരണം ഫാൻസിന്റെ അവസ്ഥ, സിനിമയിലെ കളക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കര മത്സരങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതിന്റെ തുടക്കം കിട്ടുന്നത് തന്നെ എനിക്ക് തോന്നുന്നു വിജയിന്റെ ഒക്കെ സിനിമകളിൽ നിന്ന് കൂടെ ആയിരിക്കും. 50 കോടി 100 കോടി 150 കോടി എന്നുള്ളവർ ഈ ഒരു സംഭവത്തിലേക്ക് വന്നത്. എനിക്ക് അതായത് ഫാൻസിന്റെ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറയാം. അതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇത് എന്തുകൊണ്ട് നമ്മൾ വിമർശിച്ചു എന്നുള്ളത്, ഈ കൈ നീട്ടിങ്ങനെ കൊടുക്കുന്ന സംഭവത്തെക്കുറിച്ച്. ഇപ്പോൾ ആളുടെ സിനിമകളിൽ പോലും ഈ പിക്ചർ വെച്ച് കുടം കൊടുക്കുന്നതും TV കൊടുക്കുന്നതും അതിൻ്റെയൊക്കെ രീതിയിലുള്ള രാഷ്ട്രീയ രീതികളെ വിമർശിച്ചുകൊണ്ടുള്ള സിനിമകളുണ്ട്, ഡയലോഗ് പോലുണ്ട്. അപ്പോൾ അത് ആള് തന്നെ ചെയ്യേണ്ട സാഹചര്യം വരുന്നതിനെ കുറിച്ചാണ് വിമർശിച്ചത് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് ഫാൻസിന്റെ ഒരു അവസ്ഥയിലേക്ക് പോകാം. നമുക്ക് ഒരു ആഘോഷം, സെലിബ്രേഷൻ ആയിരുന്നു ആളുടെ എല്ലാ സിനിമകളും. വമ്പൻ വലിയ സംഭവപൂലമായ നടൻ എന്നുള്ള രീതിയിലല്ല, ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഒരുപാട് പേരെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളായിരുന്നു ദളപതി വിജയ്. പിന്നെ ആള് സിനിമ അവസാനിപ്പിക്കുമ്പോഴേ, പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ പേഴ്സണലി എടുത്ത് പറയുകയാണെങ്കിൽ പോലും, ഇപ്പം നമ്മുടെ ഒരു ചാനൽ അല്ലെങ്കിൽ ഏതൊരു ചാനലാണ്, ഇപ്പം വിജയിന്റെ എന്തെങ്കിലും ഒരു സംഭവം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് മാക്സിമം നന്നായിട്ട് റീച്ച് കിട്ടും. റീച്ച് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ് ആ റീച്ച്. അത് നമ്മുടെ കഞ്ഞൂടി വിട്ടു. അത് തികച്ചും പേഴ്സണൽ, അത് ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞിട്ട്. അതായത് ഈ കഞ്ഞി കൂടി അതിപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ പറയാം. ഇപ്പോൾ നമ്മളൊരു സംഭവം ഇടുന്നു, ഒരു പോസ്റ്റർ റിയാക്ഷൻ ചെയ്തിടുന്നു ആളുടെ സിനിമയുടെ, അതിന് മാരകമായുള്ള റീച്ച് എത്താൻ കാരണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നവർ എണ്ണത്തിൽ കൂടുതലാണെന്നുള്ളതുകൊണ്ടാണ്. അതായത് ഈ മറ്റ് ചാനലുകളിലും എല്ലാ ചാനലുകളും ഇങ്ങനെയുള്ള റിയാക്ഷൻസ് വീഡിയോസ് അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂസ് കാണാനായിട്ട് ആൾക്കാർ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിജയ് ഒരു ആഘോഷമായിരുന്നു. അപ്പോൾ അത് ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് ശരിക്കും ഫാൻസിന് ഒരു വമ്പൻ നഷ്ടം തന്നെയായിരിക്കും. FDFS സിനിമ കാണുക, അതിനുവേണ്ടി ടൈം നേരം കാലം ഒന്നുമില്ല, ഏത് സമയത്താണോ സിനിമ ആ ഇതിന് പോയിരിക്കും, അത് ഹൗസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഇപ്പൊ എനിക്ക് തോന്നുന്നു തമിഴ്
തമിഴിലെ ആൾക്കാർക്ക് പോലും ഇത്ര സങ്കടം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. മലയാളീസ് ഒക്കെ ഇന്നലെ ഫുള്ള് മറ്റേ ഇൻസ്റ്റയിലും പോസ്റ്റാണ്. തമിഴർക്ക് ആളെ നഷ്ടപ്പെടുന്നില്ല, ആളെ അവിടെ തന്നെ കിട്ടുകയാണ്. അതായത് എന്താ രാഷ്ട്രീയപരമായിട്ട് ആളെ കിട്ടുകയാണല്ലോ, നേതാവായിട്ട് തന്നെ കിട്ടുകയാണ്. പിന്നെ സിനിമ മാത്രം ഇഷ്ടപ്പെടുന്ന, രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ലാത്തവർക്ക് അതൊരു നഷ്ടം തന്നെയായിരിക്കാം മേ ബി. പക്ഷേ എല്ലാ ഫാൻസും, അതായത് ഒരു ദളപതി ഫാൻസ് എന്ന് മാത്രമല്ല കേട്ടോ, ആളെ എതിർക്കുന്നവർക്ക് പോലും ഭയങ്കരമായിട്ടുള്ള മിസ്സിംഗ് ആണ്. കാരണം സൂര്യ, അജിത്ത് ഇവരുടെയൊക്കെ സിനിമകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഓപ്പണൻ്റ് ആയിട്ടുള്ള ഒരാൾ അവിടുന്ന് മിസ്സാകുമ്പോൾ സിനിമാ ചർച്ചയുടെ പവർ കുറയും. തീർച്ചയായിട്ടും ആ ഒരു ത്രില്ല് നമുക്ക് മിസ്സാവുകയാണ്. ഇപ്പം നമ്മുടെയൊക്കെ ഒരു 10ാം ക്ലാസ് പ്ലസ് ടു നമ്മളെപ്പോഴും പറയാറില്ല, നമ്മൾ ക്രിക്കറ്റ് കളിച്ച് ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് പിന്നെ ഉള്ള സംസാരം സിനിമയായിരിക്കും. അപ്പം അന്ന് മുതലേ ഒരു എന്താ പറയുക, ഒരു തർക്കിക്കാനും അല്ലെങ്കിൽ മറ്റൊരാളോട് മത്സരിക്കാനും ഉള്ള ഒരാളാണ്. ആ ആളാണ് അതായത് ആ ആളാണ് ഇനി സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു വരുമ്പോ സങ്കടം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ വിജയാണോ അല്ലെങ്കിൽ മറ്റു താരങ്ങളെയാണോ ഇഷ്ടപ്പെടുന്നതെന്ന് കൂടുതലായിട്ടുള്ളത് ഇപ്പൊ പറയാൻ പറ്റും. എന്തായാലും സിനിമയുടെ ഒക്കെ ഇത് നിർത്താണല്ലോ. പിന്നെന്താ, അതായത് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് എല്ലാവർക്കും എല്ലാ കഴിവും ഉണ്ടാവില്ല എന്നുള്ള ഒരു ബോധമുണ്ടല്ലോ അതിലേക്ക് എത്തുന്നത്. അപ്പോൾ പലർക്കും പല കുറവുകളുണ്ട്, അവരുടെ കുറവ് അതുപോലെ തന്നെ പറയണം. അതുപോലെ പോസിറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് അതുപോലെ നമ്മൾ എൻജോയ് ചെയ്യണം, ആസ്വദിക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക്, ഒരു കോമൺ ചിന്താഗതിയാണ്. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, നമുക്ക് അറിഞ്ഞൂടാ. ആ ഒരു സംഭവം എത്തിയപ്പോൾ നമുക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റിയിട്ടുണ്ട്. അതിന് മുൻപ്, അതായത് കുറച്ച് മുൻപാണത്, അതായത് കവലയിലൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ മറ്റുള്ളവരോട് ഇന്ന താരത്തിന്റെ മികവ് മാത്രം പറഞ്ഞ് നമ്മൾ വാദിക്കുന്ന സമയം, നെഗറ്റീവിനെയൊക്കെ മറച്ചു വെച്ച് പോസിറ്റീവ് മാത്രം എടുക്കുള്ളൂ. അതെ, അങ്ങനെ അതെ. എന്നിട്ട് നമ്മുടെ എതിരാളികളായിട്ട് കാണുന്ന താരങ്ങളുടെ നെഗറ്റീവ് മാത്രം എടുക്കുള്ളൂ, പോസിറ്റീവ് നമ്മൾ കാണില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്ന സമയത്ത് അന്ന് അങ്ങനെ ഒരു സമയം, ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അന്ന് ഞാനൊരു സൂര്യ ഫാനായിരുന്നു. ഇപ്പോഴും ഞാൻ സൂര്യ ഫാനാണ്, അതല്ല. അപ്പോൾ വിജയിൻ്റെ നെഗറ്റീവ് മാത്രം കണ്ട് വിജയെ അത്രത്തോളം പറയാൻ പറ്റുന്ന രീതിയിൽ ട്രോൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു ലെവലിലേക്ക് നമ്മൾ മാറുന്നത്. കാരണം ആളുടെ പോസിറ്റീവും നെഗറ്റീവും തിരിച്ചറിയുന്നിടത്ത് മറ്റുള്ളവരുടെയും നമ്മൾ ഇഷ്ടപ്പെടുന്ന താരങ്ങളുടെയും മറ്റുള്ളവരും ഒക്കെ തിരിച്ചറിയുന്ന സമയത്ത് നമുക്ക് എല്ലാവരും ഒരേപോലെയാവും. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സൂര്യൻ്റെ കുറവുകൾ. ഞാൻ ഇപ്പൊ പറയാട്ടോ, വിജയ് ഫാനായിരുന്നു, കട്ട വിജയ് ഫാൻ എന്ന് പറഞ്ഞാൽ അത്രക്ക് വിജയ് ഫാനാണ്. പക്ഷെ ഈ നമ്മൾ ചാനൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു ഇത് വെച്ചിട്ട് ഒരാളെ കമ്പയർ ചെയ്യാറില്ല കേട്ടോ. ഇപ്പൊ മമ്മൂക്ക, മോഹൻലാൽ, അങ്ങനെ ഓരോരുത്തരും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ഞങ്ങൾക്ക് ആരെ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം നമുക്കത് വെച്ചിട്ട് ഒരു വീഡിയോയിലോ ഒന്നിലും നമ്മൾ അങ്ങനെ സംസാരിക്കാറുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ കുറവും പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നിടത്താണ് എല്ലാവരോടും നമുക്കൊരു ഇഷ്ടം തോന്നും. ഏത് നടനാണ്, ഇപ്പൊ ചെറിയൊരു നടനാണെങ്കിൽ പോലും നമുക്ക് അവരോട് പോലും ഒരു താല്പര്യം തോന്നും. അതായത് മെയിനായിട്ട് ഇവരൊക്കെ സിനിമ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന എന്തിനാ, അവരുടെ ഫുൾ എഫേർട്ട് എടുത്തിട്ട് ജനങ്ങൾ, നമ്മളിപ്പോൾ കൊടുക്കുന്ന ക്യാഷിന് നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാനാണ് അവർ വരുന്നത്. അവരുടെ കഷ്ടപ്പാട് മൊത്തതാ, പ്രായം പോലും നോക്കാതെ, ശരീരം പോലും നോക്കാതെ അവർ കഷ്ടപ്പെടുന്നത് നമ്മളെ ആസ്വദിപ്പിക്കാനാണ്, നമ്മൾ എൻജോയ് ചെയ്യാനുള്ള, നമുക്ക് ഒരു ആഘോഷം തരുന്നത് സിനിമയിലൂടെയാണ്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഒത്തൊരുമിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എല്ലാം, അതായത് സിനിമയാണ് അതിൽ ഏറ്റവും വലിയ സബ്ജക്റ്റായി മാറുന്നത്. ഫാനിസം എന്നുള്ളത് മാറും, നമുക്കത് ഇല്ലാതാവും, നമ്മൾ കട്ട സിനിമാ പ്രേമികളാവും. താരങ്ങളോടുള്ളത് പോകും. അതാണ് വേണ്ടതെന്നാണ്. നമുക്കിപ്പോ ഒരു 3 വർഷമായിട്ട്, ഞങ്ങളിപ്പോ 3 വർഷമായി വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. ആ 3 വർഷം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയ ഒരു സംഭവമാണ് ഈ ഫാൻസ്. എല്ലാവരും ഓരോരുത്തരുടെ ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും ആ ഒരു ഇഷ്ടത്തിന് മുകളിൽ ആളുടെ തെറ്റുകൾ കണ്ടാൽ തെറ്റാണ്, അല്ലെ അത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അതിനകത്താണ് ഒരു പോസിറ്റീവ് എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ പല സിനിമകളുടെയും, അതായത് ഞങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ ഞങ്ങൾ ഇരുന്ന് റിവ്യൂവിൽ പറയാറുണ്ട്. ആ സമയത്ത് ഫാൻസ് നമുക്ക് എതിരെ തിരിഞ്ഞാൽ പോലും ഞങ്ങൾക്കൊന്നും തോന്നാറില്ല. കാരണം എന്താ അറിയോ, അവർ ആ സമയത്ത് അവരുടെ ആ ഒരു ഫാനിസം വെച്ചിട്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രതികരണമായിട്ടാണ് നമ്മളത് കാണാറുള്ളത്. പിന്നീട് അവർ പറഞ്ഞ് ശരിയായിരുന്നല്ലോ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടായിരുന്നല്ലോ എന്നുള്ളത് പോസിറ്റീവായിട്ട് കാണും. അപ്പോൾ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ സംസാരിക്കാറില്ല എപ്പോഴായാലും. അത് നമ്മൾ ചെയ്തിട്ടില്ല. പലപ്പോഴും പല രീതിയിൽ കമന്റുകൾ കാണാറുണ്ട്. അതായത് നിങ്ങളിപ്പോൾ വിജയ് ഫാൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസിനെ, മമ്മൂട്ടി ഫാൻസിനെ,
അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്തിയിട്ടില്ല ദളപതി വിജയിനെ ഞാൻ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളായി മാറുന്നു. അത്രത്തോളം വിമർശിച്ചിട്ടുള്ള ആളാണ്. എനിക്കറിയാം. എൻ്റെ അനിയൻ കട്ടാ വിജയ് ഫാനാണ്. അതെ, ഞാനും അതേപോലെ തന്നെ. നമ്മള് മാരക വിജയ് ഫാൻ. ആ ഒരു ഞാനിപ്പോ ഓർത്തു, അതാണ് അതിലേക്കാണ് പോകുന്നത് കേട്ടോ. ആ ഗ്രൗണ്ടിലൊക്കെ ഇരുന്നിട്ട് അടിയുടെ പക്കത്ത് വരെ എത്തും. അതായത് അത്രയ്ക്ക് ദേഷ്യത്തിലായിരിക്കും സംസാരിച്ചു വരുന്നത്. അത് കാരണം നമ്മളാളുടെ പോസിറ്റീവ് മാത്രമല്ലേ കാണുന്നുള്ളൂ. മറ്റൊരാൾ പറയും അല്ലെ ഇവൻ ഇരുന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെ. കുറെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ, അപ്പൊ നമ്മൾ മറ്റേ ആളെ പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അവസാനത്തിലേക്ക് എത്തുമ്പം പിന്നെ ഒരു വാശിയായിരിക്കും. ആ അവിടെ വെച്ച് നിന്നു പോകുന്നത്. ഇതൊക്കെ വർഷം ഒരു കുറേ ആയി, ഒരു 8 വർഷത്തിൻ്റെ ഒക്കെ മുകളിലായിട്ടുണ്ടാവും. അതെ, അന്നാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പോകുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ വേറെ ലെവലിലേക്ക് മാറുന്നത്. ഞങ്ങൾ വേറെ ലെവലിലേക്ക് എത്തിയെന്നല്ലോ, ആ ലെവലിൽ നിന്ന് നമ്മൾ മറ്റൊരു ലെവലിലേക്ക് മാറിയത്. ഇപ്പൊ എന്താണെന്നെങ്കിലും ഇപ്പൊ തുടങ്ങിയത് വിജയ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇത് പറഞ്ഞു വെച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സൂര്യ ഫാൻ എന്നുള്ള രീതിയിൽ തന്നെ വേണമെങ്കിൽ പറയാം, അങ്ങനെ തന്നെ എടുത്ത് പറയാം. തീർച്ചയായിട്ടും അത് ഇനി അങ്ങനെ തന്നെ പറയാം. അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ഒരു സൂര്യ ഫാൻ എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു ദളപതി വിജയ് എന്ന നടൻ. അതായത് ഇത് അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് എല്ലാ ഒട്ടുമിക്ക ഹേറ്റേഴ്സിനും സംഭവിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മുടെ വീഡിയോന്റെ അടിയിലൊക്കെ കമന്റ് ഉണ്ട്, ഞാൻ വിജയ് ഹേറ്ററാണ് പക്ഷെ വിജയ് പോവാന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടം ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും പറയാനും വേണ്ടേ ഒരാള്. ഹേറ്റേഴ്സ് ആണെങ്കിൽ പോലും നമുക്കറിയാം. ഇപ്പൊ ലിയോ സിനിമ വരുമ്പോൾ ലിയോയുടെ ഒക്കെ ഒരു പോസ്റ്റർ ഇട്ടാ റീച്ച് കിട്ടുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഹേറ്റേഴ്സും അത്രത്തോളം ഉള്ളത് കൊണ്ടാണ് ഏതൊരു നടനും, ഇപ്പൊ വിജയ് എന്ന് പറഞ്ഞ നടന്റെ ഒരു സാധനത്തിന് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എന്തിനാ, ഒരു ഫസ്റ്റ് ലുക്ക് വരാൻ പോലും. ഹേറ്റേഴ്സും ഉണ്ട്. എന്താണ് ഇതിനകത്ത് കണ്ടുപിടിക്കാനുള്ളത് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ്. അല്ല, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടനാണെങ്കിൽ ആ ആൾക്ക് റീച്ച് വളരെ കുറവായിരിക്കും. അതെ, അല്ല കാരണം ഇപ്പൊ ജയസൂര്യ, ടൊവിനോ, വിക്രം, ധനുഷ്, ഇത് ഹേറ്റേഴ്സ് ഇല്ലാത്ത നടന്മാരാ. ഇവരൊക്കെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഏതെങ്കിലും മറ്റു താരങ്ങളുടെ ഫാൻസ് ആയിരിക്കും. അവരൊക്കെ ഇവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലാണ്. അതാണ് അവർക്ക് ഇത്രത്തോളം റീച്ച് ഇല്ലാത്തത്. അതാണ് ഇവ വിക്രത്തിന്റെ ഒക്കെ അല്ലെങ്കിൽ ധനുഷിന്റെയോ ടോവിനോന്റെ ഒക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പോലും, ഒരു വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് മറ്റേ സൂര്യ, വിജയ്, മോഹൻലാൽ, മമ്മൂട്ടി ഇവരുടെ ഒന്നും ഫസ്റ്റ് ലുക്കിന് കിട്ടുന്ന ഒരു റീച്ച് അതിലൊന്നും വരില്ല. അത് നമുക്ക് അവര് പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റിന്റെ അടിയിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. അതായത് നമ്മൾ റിയാക്ഷന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, അല്ലാണ്ട് തന്നെ റീച്ച് കുറവായിരിക്കും. മാറ്റെന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരിക്കും, ഒരു പോക്കാണ് ഫസ്റ്റ് തന്നെ. ഞാൻ അങ്ങനെ ആലോചിക്കണേ, അതായത് ഇത് അംഗീകരിക്കാൻ പറ്റാത്തവരുണ്ടാവും. ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അതായത് ദളപതി വിജയ് ഫാൻസ് അല്ല നിങ്ങളിന്നോ, അതായത് നീയല്ല എന്റേത്, എന്നെ പോലും അതായത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആയിരുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ അന്ന്. ഇപ്പൊ അങ്ങനെയല്ല ആണ്. എന്താണെങ്കിലും ഞങ്ങൾ പോവാണ്. കുറച്ച് കൂടിപ്പോയി, നമുക്ക് സങ്കടം ഉണ്ട് കേട്ടോ. ഇതിവിടെ നിർത്തൂല, ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇട്ട സ്റ്റോപ്പാണ്. അതെ, അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ കാണാം. മിസ് യൂടാ ചേക്കരെ. സത്യം.